മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ ചാനലിലേക്ക് സ്വാഗതം. ഇതാരൊക്കെ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ആര് കണ്ടാലില്ലെങ്കിലും ഞാൻ ചുമ്മാ എൻ്റെ സമയം പോകാൻ ഓരോന്ന് ഇടണതൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചെറിയ ഒരു സംഭാവനയായിട്ടത് അവിടെ ഇങ്ങനെ കിടക്കട്ടെ. സംഭാവന മീൻസ് എൻ്റെ ചെറിയൊരു ഓർമ്മ സംഭാവനയായിട്ട് എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ അവർക്കൊക്കെ എടുത്ത് കാണാമല്ലോ. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം, അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് വേറെ പ്രയോജനം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആരെങ്കിലും കണ്ടാൽ കാണുകയോ കാണാതിരിക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അതായിട്ടുള്ള ജീവിതത്തിലുണ്ടാവുന്ന കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച. ഇന്നുണ്ടല്ലോ കാലത്ത് തന്നെ എണീറ്റ് ഒരു കരിക്കിൻ്റെ വെള്ളം കുടിച്ചു. പിന്നെ അതിൻ്റെ കുറച്ച് പൾപ്പും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ദോശയും സാമ്പാറും കഴിച്ചു. 2 ദോശ ഉറക്കം വരുന്നത് 2 ദോശയും സാമ്പാറും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാലടിക്ക് പോകാമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ചേട്ടൻ മരിച്ചതുകൊണ്ട് അമ്മച്ചി കാണാൻ പോയിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡിയൊക്കെ ആയിരുന്നു. ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ, വേറെ മുഖത്തൊന്നും ചെയ്തില്ല. കാരണം ഇന്ന് പോകാമെന്ന് പറഞ്ഞാലും നടക്കാറില്ല. കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നടന്നില്ല, കുറച്ച് കാര്യം കൊണ്ട് നടന്നില്ല. ഇനിയിപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് എപ്പോൾ പോവില്ലായിരിക്കും. പിന്നെ മൺഡേ പോയാൽ പോയി, അല്ലെങ്കിൽ ഇതിന് വൈകുന്നേരം പോയാൽ പോയി. ഇതിനൊന്നും ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. പിന്നെ എന്നെക്കുറിച്ച് കൂടുതൽ ആർക്കൊന്നും അറിയത്തില്ല. പിന്നെ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നീ എന്തുവാടി ഈ പറയണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പം ഇങ്ങനെ കണ്ട് എല്ലാ ആൾക്കാരും നിങ്ങൾ അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഏറ്റവും ഫസ്റ്റ് വീഡിയോ കണ്ടു തുടങ്ങി ആൾക്കാരും ഇങ്ങനെ വെച്ച് ഞാൻ വെച്ച് പിടിച്ചൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതും ഉണ്ടാവത്തില്ല. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമയം പോകാൻ വേണ്ടി ഒരു മാർഗം, അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ മൈൻഡ് ഫുൾ ഇതിലേക്ക് തന്നെ ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക, സമയം ഒന്ന് പോകാൻ വേണ്ടി വീഡിയോ എടുക്കണു, അതിടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നപ്പം ഞങ്ങൾ അമ്മച്ചി ഞാൻ മാത്രമുള്ള ആനും കൊണ്ട് അപ്പച്ചൻ സ്ഥലം വരെ പോയിക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സാമ്പാർ വെച്ചേ. അത് കഴിഞ്ഞ് അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിനിപ്പോൾ കോഴിക്കറി വെക്കാൻ അമ്മച്ചി പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അപ്പം അത് ചെയ്യണം. പിന്നെന്താ, കോഴി മേടിക്കാൻ അമ്മ പോയേക്കാട്ടോ. അപ്പച്ചൻ ആലുവ വരെ പോയേക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാവേ, എനിക്കുണ്ടല്ലോ ഈ ഫോൺ ചേരിച്ച് പിടിച്ചിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ സെൽഫിയൊക്കെ ഞാൻ കൂടുതൽ സെൽഫി ആയിട്ട് എടുക്കണേ. അപ്പം നമ്മളെ തന്നെ കണ്ട് ഫോട്ടോ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആയാലും ഇങ്ങനെ ഫോൺ നേരെ പിടിച്ചൊക്കെ എടുക്കണ ആനം കൊണ്ട് നമുക്ക് ചെരിച്ച് പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ നിങ്ങളെന്നെ കാണുമ്പോൾ ആ പെണ്ണിന് കോങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ആ പെണ്ണ് ക്യാമറയ്ക്ക് പോസ് ചെയ്യാതെ ആ പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അത് ഞാൻ അങ്ങനെ പഠിച്ചതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത്ര വിഷയമില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നേരെ തന്നെയാണ് നോക്കണത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെരിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കണേന്ന് മനസ്സിലാകും, ചെരിയുമ്പോൾ ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ. പിന്നെന്താ പറയുക, എൻ്റെ എല്ലാ വീഡിയോസിലും ഇപ്പം എന്താ പറയുക, അങ്ങനെ വലിയ റീച്ചായിട്ടുള്ള വീഡിയോസൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങണത്. അപ്പം കാണാൻ പറ്റുന്നവരൊക്കെ കാണാം. ഇനിയിപ്പോൾ കാണാൻ പറ്റാത്തവർ കണ്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഒരാൾ കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ പൈസ പോകാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കിട്ടണില്ല. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കുന്നില്ല. ആരെയും കാണാതെ വെറുതെ ഇങ്ങനെ ഇരിക്കണവരുണ്ടെങ്കിൽ, ഫോൺ വെറുതെ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ അവർ കണ്ടാൽ മതി. എന്ത് കണ്ടാലും കുഴപ്പമില്ലാത്തവർക്ക് വേണമെങ്കിൽ കാണാം. അല്ലാതെ
അല്ലാതെ ചില ആൾക്കാർ ചിലരൊക്കെ വീഡിയോസൊക്കെ ഇടാൻ നേരം ഞാനും യൂട്യൂബേഴ്സിലെ കുറേ ആൾക്കാരിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നു, അവരുടെ വീഡിയോ എന്ത് വരാത്തേ എന്നൊക്കെ ചിന്തിച്ച് കാണാറുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരുടെ വീഡിയോസൊക്കെ നമ്മൾ വാച്ച് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതിപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ അവരുടെ സംസാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ ഇപ്പോൾ കേട്ടിട്ട് അയ്യോ പിന്നെന്തായി എന്നറിയാനുള്ളൊരു ത്വരയും കൊണ്ടായിരിക്കാം. എന്തോ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ കാണുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഓരോരുത്തരുടെ വീഡിയോ കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ കാണും. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയില്ല. കാണുന്നവർ കാണുക, കാണാത്തവർ കാണണ്ട. പിന്നെ മോൾക്ക് സമയം പോകാൻ വേണ്ടി ഫോൺ നോക്കണം, എന്തിനാ ഈ സമയത്ത് വല്ലതും വായിക്കാൻ പാടില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തകൾ വരാം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെയും കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ.